ഈ സാധനത്തിനകത്ത് എന്തെങ്കിലും എഴുതി ഗിഫ്റ്റ് ഒക്കെ ഓക്കെ നമുക്ക് കവിത എല്ലാം എഴുതി കൊടുക്കാവുന്നതാണ്. കവിതയോ? അൺബോക്സ് ദ കാഡ്ബറി ഡയറി മിൽക്ക് സിൽക്ക് ഹേർട്ട് ബ്ലഷ് ആണ് ഗൈസ്. 335 MRP എങ്കിലും ഫ്ലിപ്കാർട്ടിൽ ഇതിന് 20 രൂപ കുറവാണ്. കുറെ ലവിന്റെ പടമുണ്ട്. നമുക്കിത് ഗേൾ ഫ്രണ്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് തിന്നാവുന്നതാണ്. ഗേൾ ഫ്രണ്ട് ഉണ്ടോ നിനക്ക്? എനിക്കില്ല. എന്തിനാ നിനക്ക് ലവർ വേണോ? എനിക്ക് വേണ്ട. ബബിളി എന്നല്ല. അയ്യോ ആയിപ്പോയല്ലോ. ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫെബ്രുവരി 14 നമ്മുടെ വാലന്റൈൻസ് ഡേ ആണ്. അപ്പോൾ നമ്മുടെ വാലന്റൈൻസ് ഡേയുടെ പ്രമാണിച്ച് നമ്മുടെ ഡയറി മിൽക്കിന്റെ ഒരു ചോക്ലേറ്റ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കാം, നമ്മുടെ ഡയറി മിൽക്ക് ഹേർട്ട് ബ്ലഷ്. പണ്ട് ഹെഡ് പോപ്പ് എന്നായിരുന്നു പറയുന്നത്, ഇപ്പൊ ഹെഡ് ബ്ലഷ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഹെഡ് ബ്ലഷ് ചോക്ലേറ്റ് ആണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ അൺബോക്സിംഗ് പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ ചാനലുണ്ടല്ലോ, അൺബോക്സിംഗ് പറയുമ്പോൾ ഒരു തരംഗമായിരുന്നു സുഹൃത്തുക്കളെ. ഇപ്പൊ നമ്മുടെ ചാനലിൽ ഇങ്ങനെ അൺബോക്സിംഗ് ഒന്നും ഇല്ല. പണ്ട് പറഞ്ഞു വരുന്നത് ഒരുപാട് കാലമായി സുഹൃത്തുക്കളെ നമ്മൾ ഇങ്ങനൊരു ലോങ് വീഡിയോ എടുത്തിട്ട് അവസാനമായിട്ട് എനിക്ക് തോന്നുന്നു മീറ്റപ്പിന്റെ വ്ളോഗാണ് നമ്മൾ ഇട്ടത്. മീറ്റപ്പിനൊക്കെ പോയത് ഒന്നും പറയണ്ട, ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. അതിൻ്റെ ഒരു നമ്മൾ വിഷയത്തിന് തന്നെ മറന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതായത് ഈ സ്ഥലം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ കാണും. അതായത് നമ്മൾ പണ്ട് നമ്മുടെ ഡ്രോണ് കാര്യങ്ങളൊക്കെ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരുന്നൊരു സ്ഥലമായിരുന്നു. ഇവിടെ നമ്മുടെ ഫുൾ വീഡിയോയും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നായിരുന്നു. എൻ്റെ തുടക്കം തന്നെ ഇവിടെ നിന്നായിരുന്നു. 2020 ഒക്ടോബർ 5 ഫസ്റ്റ് വീഡിയോ എൻ്റെ ഇവിടെ നിന്നായിരുന്നു. അപ്പോൾ കുറേ നാളത്തേക്ക് ഇവിടെ കാടൊക്കെ ആയതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ വരുന്നില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഇറങ്ങാതാണ് ഇവിടെ കാടായത്. മനസ്സിലായല്ലോ സംഭവം. നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ അങ്ങനെ കാടൊന്നും ആവത്തില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് ഞാൻ എത്തിപ്പെടാനായത്. കുറേ നാളെ ഞാൻ വീഡിയോ ഇടാതിരുന്നിട്ട് പിന്നെ 10ാം ക്ലാസ് എത്തിയ സമയത്ത് എല്ലാവരും പറഞ്ഞു വീഡിയോ ഒന്നും ഇടണ്ട. അങ്ങനെയൊക്കെയാണ് വീഡിയോ നിന്നൊക്കെ ഇതായി പോയത്. ഞാനൊരു നിർത്തത്തില്ല. അത് നമ്മൾ നിർത്തോളാം. ചുമ്മാ ഇവന് യൂട്യൂബ് ഒന്നും ഇഷ്ടമല്ല. എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് ഇപ്പം തന്നെ ഞാൻ എന്തൊക്കെ വിളിച്ചോണ്ടാ പറയുന്നത് അറിയാം. ഇവന് ഇട്ടേക്കുന്ന ഉടുപ്പുണ്ടല്ലോ, ഇവന് ഇട്ടേക്കുന്ന ഉടുപ്പ് വരെ ഞാൻ പറഞ്ഞിട്ട് ഇവന് ഇട്ടാണ്. ഇവൻ ആദ്യം ഞാൻ എടുത്തു കൊടുത്ത് നല്ലൊരു ഷർട്ട് എടുത്തു കൊടുത്ത് ഇവന് ഇടാൻ പോയി. ചൂടാണ്, അതിനിട്ടില്ല. ചൂടാണ് അതാണെന്ന് പറഞ്ഞോണ്ട് ഇവനിട്ടില്ല. സംഭവം നമ്മുടെ വിഷയം നമ്മൾ മാറിപ്പോകുന്നത്. നമ്മുടെ കണ്ടന്റ് എന്തുവാ കഴിക്കാനുള്ളതാണ്. നമ്മുടെ ഡയറി മിൽക്കാണ്. ഡയറി മിൽക്ക് ആമസോണിൽ നിന്നാണ് നമ്മൾ ഓർഡർ ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് എന്തെങ്കിലും സംഭവിച്ചത് പൊട്ടിപ്പോയി. അത് കിടക്കുമെന്ന് വെച്ചാൽ എന്ത് സംഭവം വെച്ച് കഴിഞ്ഞാൽ നമ്മളാണെങ്കിൽ ഇത് സംഭവം വന്നു കേട്ടോ. ഞാൻ അത് വീഡിയോയിൽ അത് എനിക്ക് സത്യം വരെ അറിഞ്ഞൂടായിരുന്നു. ഇങ്ങനെ പൊട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. നോൺ റിട്ടേണബിൾ ഐറ്റം അല്ലേ. അപ്പോൾ ഞാൻ റിട്ടേൺ ഒന്നും കൊടുത്തില്ലായിരുന്നു. അപ്പോൾ എൻ്റെ കുഞ്ഞ് അത് എന്തുവായിരുന്നു അത് സംഭവമൊക്കെ ഇതായിരുന്നു. ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിറ്റ് ഉണ്ട്. ഇതിനകത്ത് 2 കൂടെ ഉണ്ടോ? ഇനി 2 മിഠായി 2 മിഠായി 2 മിനിറ്റ് ഉണ്ടെങ്കിൽ പൊളിക്കും കേട്ടോ. നമുക്ക് എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. ഡയറി മിൽക്ക് എന്താ പറയുമ്പോൾ അവർ കാഡ്ബറി ഇറക്കുന്നത് ഈ ഒരു ചോക്ലേറ്റ് മാത്രമല്ല. വാലന്റൈൻസ് ഡേക്ക് ഇഷ്ടം പോലെ ചോക്ലേറ്റ് ആണ് ഇറക്കുന്നത്. ഒരുപാട് ചോക്ലേറ്റ് ഇറക്കുന്നില്ല, ഇഷ്ടം പോലെ ചോക്ലേറ്റ് ഇറക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ മേടിച്ചത്. അതൊക്കെയാണ് സംഭവിച്ചത്. ഇതിന് തന്നെ 300 രൂപ വില വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചപ്പോൾ 300, ഈ പ്രാവശ്യം 310 ഞാൻ മേടിച്ചത്. 320 പിന്നെ എന്താണ് അപ്ലൈ കോഡ് എന്തോ പറഞ്ഞിട്ട് 310 കിട്ടിയത്. അപ്പോൾ നമുക്ക് അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്യുന്ന വീഡിയോയിലേക്ക് നമുക്ക് പോവാം. സുഹൃത്തുക്കളെ, നമ്മുടെ കാഡ്ബറി ഡയറി മിൽക്ക് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുകയാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ നമ്മുടെ കാഡ്ബറി ഡയറി മിൽക്ക് നമ്മുടെ ഹെഡ് ബ്ലഷ് എഡീഷൻ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ കാഡ്ബറി ഡയറി മിൽക്ക് സിൽക്ക് ഹെഡ് ബ്ലഷ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്തോ? അൺബോക്സ് ചെയ്യാൻ കത്തി എടുക്കുക. നേരത്തെ പ്ലാൻഡ് ആണ് കേസ്, എല്ലാം പ്ലാനാണ്. ചാവി എടുത്ത് പോകും. പെയ്യെ മുറിക്കാര് ഇങ്ങനെയാണ് മുറിക്കുന്നത്. നമ്മൾ തണുപ്പുണ്ട് കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചാണ്. ഞാൻ എടുക്കാം. എന്നിട്ട് അപ്പുറത്തെ സൈഡ് നീ എടുത്തോണേ. ഈ സൈഡ് നീ എടുത്തോ. എന്താണ് നീ അറക്കുവാണത്? പെയ്യെ ചെയ്താൽ മതി. ഈ അൺബോക്സ് ചെയ്യാൻ പോലും അറിഞ്ഞില്ല. വീഡിയോ ഓൺ ആയത് ഇതിനു മുമ്പ് ചെയ്യല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പേപ്പർ. നമ്മൾ മാറ്റാൻ പോകുന്നത്. നമ്മുടെ പേപ്പർ ആവശ്യമില്ല കേട്ടോ. നമ്മളിടരുത്. പ്ലാസ്റ്റിക് മലിനീകരണം ഇവിടെയൊക്കെ വൃത്തിയാക്കിയത് സംഭവം ഇവിടെയൊക്കെ വൃത്തിയാക്കിയതുള്ളൂ. ശിവൻ വൃത്തിയായിട്ടാണ്. എടാ ഇത് ആമസോണിന്റെ ബില്ലാടാ വേണ്ട. ഇതെന്തോ വായിക്കാനാ? എന്തെങ്കിലുമൊക്കെ ചെയ്യും. സത്യമായിട്ട് 2 ഉണ്ട്. ഇതെന്ത് അൽഫാമൊക്കെ പൊതിഞ്ഞിരുന്നോണ്ടിരിക്കുന്നത്. പെട്ടിന് നമുക്ക് വേണ്ട. പെട്ടി നമുക്ക് മാറ്റാം. നിങ്ങൾക്ക് കാറ്റടിച്ച ഭയങ്കര സൗണ്ട്. കാറ്റടിച്ച ചോക്ലേറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട്. പിടിച്ചോക്കടാ.
അതെ അതെ നല്ല വെയിറ്റ് പിടിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ജിമ്മിലൊക്കെ പോകുന്ന ഫിറ്റ് ആയതുകൊണ്ട് എനിക്ക് പിടിക്കാൻ പറ്റും. ഇനി 7ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് ജിമ്മിന് പോകുന്നത്. 7 8 ശരി പെട്ടെന്ന് തിരിച്ചു പോയി. അൺബോക്സ് ചെയ്യാൻ പോകണേ. ഓക്കെ സെറ്റ് നമ്മൾ കൂടുതൽ സംസാരമൊന്നുമില്ല കേട്ടോ. വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യേണ്ട കാര്യമാണ് സനു. അതുകൊണ്ട് ഞാൻ ചെയ്യാം കേട്ടോ. എല്ലാം പോയാന് അന്ന് പോയ പോലെ ഇപ്പോൾ പൊട്ടിയാൻ തറ വേണേ പൊട്ടും കേട്ടോ. നമ്മൾ ആമസോൺ കൊണ്ടുവന്നപ്പോൾ എത്ര വട്ടം തറ ഇറങ്ങിയിട്ടാണോ ഉണ്ടോ. ആ ഇത് ഫ്രീ ആയിട്ടൊരു ചോക്ലേറ്റ് ഉണ്ട് കേട്ടോ. വേറെ ഒരു ചോക്ലേറ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് ഐസ് പാക്ക്. ഓ ഐസ് ആണ് വേറൊരു സാധനം ഐസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫ്രിഡ്ജ് വെച്ചോണ്ട് തണുപ്പുണ്ട് ഇതിന്. ചെറിയ തണുപ്പില്ലടാ, തണുപ്പുണ്ട് കേട്ടോ. നമുക്ക് ചോക്ലേറ്റ് ഇതാണ് നമ്മുടെ മെയിൻ. എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം നമുക്ക് ഈ സംഭവം എടുത്ത് ഇത് ഫ്രിഡ്ജ് വെച്ച് കഴിക്കാൻ കൊള്ളത്തുണ്ടെന്ന്. ഫ്രിഡ്ജ് വെച്ച് കട്ടയൊക്കെ ഇട്ട് കഴിക്കേണ്ടതെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ വീട്ടിൽ 5 ഐസ് എന്തോ ഐസാ ഇങ്ങനെ കഴിക്കാൻ. തണുപ്പിക്കാനുള്ള ഐസാ. എടാ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. തണുപ്പിക്കാനുള്ള ഐസാ. ഇത് തണുപ്പിക്കാനുള്ളതാ. ഇത് ഐസാ. ഇത് വെള്ളം കട്ട ഐസ്. അവന്മാർക്ക് തണുപ്പിക്കായിരിക്കും. ഞാൻ വെച്ച് നമ്മൾ കഴിക്കുന്ന എന്തോ സാധനമാണെന്ന്. അയ്യോ സംഭവം ഡയറി മിൽക്ക് അലിഞ്ഞു പോയിരിക്കാൻ വേണ്ടി അവർ വെച്ചിരുന്ന സാധനമാണ് കേട്ടോ ഐസ്. സംഭവം ഇത് അതായത് അതല്ല നീ റീയൂസബിളാ. വീണ്ടും തണുപ്പിച്ചിട്ട് വീണ്ടും നമുക്ക് വേറെ എന്തെങ്കിലും ഇങ്ങനെയുള്ള പാക്കിംഗ് അയച്ചു വിടത്തില്ല. നമ്മൾ എങ്ങോട്ടൊക്കെ കൊറിയർ വന്ന സാധനമല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ കവർ നമ്മൾ മാറ്റുകയാണ്. ദിസ് ഈസ് അവർ കാഡ്ബറി ഡയറി മിൽക്ക് സിഡ് ഹേർട്ട് ബ്ലഷ്. അതെ അതെ കണ്ടോ കിടക്കുന്ന സാധനം ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാനല്ല പറഞ്ഞു തരാൻ പോകുന്നത്, ഇവനാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന സുഹൃത്തുക്കളെ. ക്യാമറക്ക് അടുത്ത് പോയി നിന്ന് പറഞ്ഞു കൊടുക്കും. ഞാൻ പുറകെ പോയി നിൽക്കാൻ കഴിയും. ഞാനാണ് ക്യാമറമാൻ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്പെർട്ട് ആണ്. ഞാൻ പറഞ്ഞുതരാം. ഇത് 250 ഗ്രാം അവർക്ക് കാണണം, കുറച്ച് പുറമോട്ട് നീക്കണം. ഇത് 250 ഗ്രാമിന്റെ ഹേർട്ട് ബ്ലഷ് ആണ് ഗൈസ്. 250 നല്ല വെയിറ്റ് ഉണ്ട് അതുകൊണ്ട് 335 MRP എങ്കിൽ ഫ്ലിപ്കാർട്ടിൽ ഇതിന് 20 രൂപ കുറവാണ്. നമ്മൾ ആമസോണിൽ നിന്നാണ് മേടിച്ചത്. ആമസോണിൽ 20 രൂപ നമുക്ക് കുറവാണ്. അപ്പൊ ഇതെങ്ങനെ പൊട്ടിക്കില്ല, നമ്മൾ ഒരുമിച്ചാ പൊട്ടിക്കുന്നത്. സ്കാൻ ചെയ്യാണ് നമ്മുടെ കൈനടുത്ത് പോയിട്ട് മറ്റേ വെർച്വൽ ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും. അത് നമുക്ക് ചെയ്താലും ഇപ്പൊ തന്നെ ചെയ്ത് നോക്കാം. ഒരു ഫോൺ എടുത്തുണ്ടോ? ഇപ്പല്ല, നീ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇത് കാഡ്ബറി അത് ബോക്സിന്റെ ഫ്രണ്ടിൽ കാഡ്ബറി എന്ന് എഴുതിയിട്ടുണ്ട്. ഡയറി മിൽക്ക് വന്നിട്ട് ഡയറി മിൽക്കിന്റെ ലോഗോ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഹേർട്ടിന്റെ പടമൊക്കെ ഉണ്ട്. ഓക്കെ. അതുപോലെ തന്നെ വലിയ എസ് ഉണ്ട്. അത് എന്റെ എസ് ആണ്, സോനുവിന്റെ എസ് ആണ്. എന്റെ എസ്, സനുവിന്റെ എസ്. കുറെ ലവിന്റെ പടം ഉണ്ട്. നമുക്കിത് ഗേൾ ഫ്രണ്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് തിന്നാവുന്നതാണ്. ഇതല്ല ഗേൾ ഫ്രണ്ട് ഉണ്ടോ നിനക്ക്? എനിക്കില്ല. സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. നിൽക്കില്ലല്ലോ. ഫുള്ളൊന്നും എഴുതിയിട്ടുണ്ട്. പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനത്തിനകത്ത് എന്തെങ്കിലും എഴുതി ഗിഫ്റ്റ് ഒക്കെ നിന്റെ ഗേൾ ഫ്രണ്ടിന് എന്തെങ്കിലും എഴുതാവുന്നതാണ്. നിന്റെ ഗേൾ ഫ്രണ്ടിന് എന്തെങ്കിലും എഴുതി കൊടുക്കും. ഓക്കെ, നമുക്ക് കവിത എല്ലാം എഴുതി കൊടുക്കാവുന്നതാണ്. കവിതയോ? എടാ പോടാ, ഗ്രീറ്റിംഗ് എഴുതി കൊടുക്കണം. എഴുതിയിട്ട് നമ്മൾ ഇത് അടച്ചു വെക്കുക. അടച്ചു വെച്ചിട്ടാണ് ഇത് പിടിക്കുക. ഇത് നിനക്കുള്ളത്, ഇത് മാത്രമേ ഉള്ളൂ നിനക്ക്, ബാക്കിയല്ല എനിക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ ഗ്രീറ്റിംഗ് എഴുതാൻ പോവാണ്. ഓക്കെ, ഞാൻ എന്റെ ലവറിന് വേണ്ടി കുറച്ച് സംഭവങ്ങളൊക്കെ ചുമ്മാ നമുക്ക് ലവറൊന്നും ഇല്ല കേട്ടോ. നമ്മള് സിംഗിൾ. എന്തിനാ നിനക്ക് ലവർ വേണോ? എനിക്ക് വേണ്ട ലവറൊക്കെ. സത്യം പറഞ്ഞ ഈ ഒരു പ്രായത്തിൽ അതിന്റെ ഒന്നും ആവശ്യമേ ഇല്ല നമുക്ക്. കണ്ണീരെടുത്ത് അങ്ങോട്ട് തുടച്ചു നോക്ക്. അങ്ങോട്ട് ഫൈനലി നമ്മുടെ കാഡ്ബറി ഡയറി മിൽക്ക് അതല്ല, ഇത് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ പണ്ടത്തെ വീഡിയോ കണ്ടവർക്കറിയാം. അതുപോലെ ഇത് സംഭവിക്കാതിരിക്കട്ടെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ പണ്ടത്തെ നമ്മളെ വീഡിയോ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അതായത് എന്തുവാ അതിനകത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത സമയത്ത് പൊട്ടിയാട്ടോ വരുന്നത്. പെട്ടെന്ന് ഞാൻ പറയുമ്പോൾ പാടിയാൽ മതി കേട്ടോ. പാട്ടിടാം, നമുക്ക് പാട്ടിടാം കൈസ്. പാട്ട് കോപ്പി അടിക്കുവോ? അപ്പോൾ നമുക്ക് തുറക്കാം കേട്ടോ. പകുതി ഞാൻ തുറക്കാം, പകുതി തുറന്നോളാം കേട്ടോ. നിങ്ങൾ ലവർ ഉണ്ടെങ്കിൽ നിങ്ങൾ ലവറിൻ്റെ കൂടെ തുറന്നേക്കണം കൈസ്. ഞാനിവിടെ തുറന്നത് പകുതി ഞാൻ തുറന്നു കേട്ടോ. തുറക്കട പൊട്ടാ, നീ പൊക്കി കൊടുക്കാൻ അവർക്ക് കാണത്തില്ല. ഒരുപാട് പൊക്കല്ലേ? അയ്യോ ആകിപ്പോയല്ലോ. ഒറ്റ ഇതിന് ഇളക്കി അതേ പോയി കിടപ്പോടാ. നീ നടക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ എല്ലാവരുടെയും പട്ടി കുറയ്ക്കുന്നു ഉണ്ടല്ലോ പട്ടി. അപ്പോൾ നമ്മൾ എല്ലാവരുടെ സാന്നിധ്യം നമ്മൾ തുറക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. യെസ്, എന്താണ് കാണുന്നത്? ഇവിടെ ഒരു ഗ്രീറ്റിംഗ് പ്ലേസ് ഫോട്ടോ. ഈ വർഷത്തെ വെറൈറ്റി തോന്നുന്നു കേട്ടോ. ഈ വിരുന്നിന് മണ്ടന്മാരാണ് ഗൈസ്. ഇവിടെ എങ്ങനെ ഫോട്ടോ വെക്കും? ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് തുറന്നില്ല. ഇത് തുറന്നിട്ട് ഇത് ഫോട്ടോ ഇവിടെ വെക്കാൻ പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെ നമ്മൾ ഫോട്ടോ വെക്കും? ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെ നമ്മൾ ഫോട്ടോ വെക്കാൻ പറ്റും? ഇതൊക്കെ ഡിസൈൻ ചെയ്യാൻ എന്നെ വിളിച്ചുകൂടായിരുന്നു. ഇവിടെ ആട്ടെ ഫോട്ടോ ഒക്കെ നമ്മള്
ഓക്കെ, ഈ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നമുക്ക് നോക്കാം. ഇവിടെ എന്തൊക്കെ കുറേ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പെയിന്റിങ്, പാക്കിംഗ്, എന്തൊക്കെയാ ലിമിറ്റഡോ, എന്തൊക്കെയോ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഗൈസ്. അപ്പോൾ ഇത് ഇവിടെ നമുക്ക് നേരത്തെ നമുക്ക് ഇവിടെ പറ്റാത്തതിൻ്റെ പ്രശ്നം നമ്മൾ വിഷമം നമുക്ക് ഇവിടെ തീർക്കാം ഗൈസ്. ഇവിടെ നമ്മളിങ്ങനെ ഇവിടെ നിൽക്കാം കേട്ടോ. ഓ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഫ്ലിപ്കാർട്ട് നല്ല വെയിറ്റടാ. ഡയറിമിൽക്കിന്റെ മണം ഇപ്പൊ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നത്. ഈ ബോക്സ് നമുക്ക് എന്താണ് സംഭവം, ഈ ബോക്സിന് ഈ ഡയറിമിൽക്കിന്റെ പകുതി വില ഈ ബോക്സിനാണ്. 150 രൂപ ഇതിനാണ് കേട്ടോ മിക്കാറും. എന്തിനാണ് ഈ ബോക്സ് നമ്മൾ ഇവിടെ വെക്കാൻ പോകുന്നത്. സ്കാൻ ചെയ്യാൻ QR കോഡ് സ്കാൻ ചെയ്ത് നോക്കണം. ഇപ്പൊ ചെയ്ത് നോക്ക്, വെർച്വലിലേക്ക് പോവാം. പേരൊക്കെ അയച്ചിടുക. പൈസ അവിടെ നിന്ന് ഇവിടെ വരെ കിട്ടുമോ സംഭവം? QR കോഡിന്റെ വരുന്നില്ല, എന്തുവെന്ന് ആർക്കറിയാം. ഈ വയർ തോന്നുന്നത് ഭയങ്കര വിഷയത്തെ ഫോൺ നമുക്കൊരു വയർലെസ് മൈക്ക് അടിക്കാൻ കേട്ടോ. നല്ല കാര്യം, കാശുണ്ടോ? അപ്പോൾ നമ്മൾ ചെയ്യാൻ പോവാണ്. എന്തുവാ, നമ്മുടെ ഡയറി മിൽക്ക് നല്ല കട്ടിയുണ്ട് സംഭവം. നമ്മൾ സെറ്റാണ് നമ്മൾ പൊളിക്കും. ലെറ്റ്സ് അൺബോക്സ് ദ കാഡ്ബറി ഡയറി മിൽക്ക് സിൽക്ക് ബബിളി എന്നല്ല, ഹെഡ് ബ്ലഷ്. വണ്ടിയൻ ഹെഡ് പോപ്പ് എന്നായിരുന്നു പറഞ്ഞത്. ഹെഡ് പോപ്പ് പണ്ടായിരുന്നു, ഇപ്പോൾ ഹെഡ് ബ്ലഷ് ആണ്. അന്ന് നമ്മൾ ആദ്യം അൺബോക്സ് ചെയ്തപ്പം ഹെഡ് പോപ്പ് ആയിരുന്നു, ഹെഡ് ബ്ലഷ് ആയിരുന്നു അൺബോക്സ്, പക്ഷേ ഹെഡ് പോപ്പ് എന്നായിരുന്നു. എനിക്ക് ഇത് പൊട്ടിക്കേണ്ട ഒരു ശാസ്ത്രീയമായ രീതിയുണ്ട്. ഞാൻ പൊട്ടിച്ച് തെറ്റാണെന്ന് തോന്നിട്ടോ. അത് 3-4 പാക്കിംഗ് ഉണ്ട്. അതായത് ഈ സിൽക്ക് കഴിച്ചിട്ടുള്ളവർക്കാണ് മനസ്സിലാവും സംഭവം. അതിനകത്ത് 3-4 പാക്കിംഗ് ഉണ്ട്. ഈ പാക്കറ്റ് പിടിച്ചോ, കളയില് വലിയ പാക്കിങ്ങിനേക്കാൾ എന്തൊരു കൊച്ചു കാടാ. അതെ 310 രൂപ നഷ്ടമാണ്. സംഭവം നമ്മൾ പാക്ക് കണ്ടോ ഭയങ്കര വലിയ സംഭവം എന്നൊക്കെ വിചാരിക്കും. കേട്ടോ, അതോ നീ തുറക്കുന്നോ? ഇവിടുത്തെ മുട്ടായി ചോക്ലേറ്റ് ഒക്കെ ഇവിടെ തുറന്നു വെച്ചേക്കുന്നടാ ആരോ. ഓ പറ്റിച്ചല്ലോടാ, പറ്റിക്കാനെന്തു നമ്മളെ പറ്റിച്ചിരിക്കുന്നു. ആരാ? ഡയറി മിൽക്ക്. നീ മറ്റേ പേപ്പർ ഇങ്ങനത്തെ കയ്യിലോട്ട് പിടിക്കുന്നു. ഇപ്പൊ മണം അടിക്കുന്നുണ്ട് കേട്ടോ. മെൽറ്റായി തുടങ്ങിയപ്പോ മണം അടിക്കുന്നുണ്ട്. ഈ മൊത്തോ? പിന്നെ നമുക്ക് കൊടുക്കണം. ഇവിടെ എന്ത് കളിയുടെ ഒട്ടി പിടിച്ചിരിക്കുന്നു ഇവിടെ. പാക്കിംഗ് പോരാ. നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ പാക്കിംഗ് പോരാ. കാഡ്ബറി ഇപ്പൊ കാണാൻ പോവാ. ഓടെ ഇറങ്ങി നമുക്ക് ഹേർട്ട് നമുക്ക് ആദ്യം പൊളിക്കാം കേട്ടോ. ഹേർട്ടിന് പുറത്തൊരു കവറൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഫുള്ള് മെൽറ്റായില്ലോടാ. മെൽറ്റ് ആയിട്ടില്ല. നമുക്ക് പെയ്യെ നമുക്ക് ഇതിലേക്ക് എത്താൻ പറ്റത്തില്ല. ഒറ്റയടിക്ക് നമുക്ക് പോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ എന്തുപാടെ കാഡ്ബറി ഇത് നിങ്ങൾ എന്ത് കാണിച്ച് കഴിക്കാൻ പോട്ടോ. അല്ല, ഇത് ക്വാളിറ്റി ഉള്ള മോനെ. പൊളി സാധനം. അതിന് സ്ട്രോബെറിയുടെ ടേസ്റ്റ് ഉണ്ട്, പക്ഷെ നമ്മൾ അറിയത്തില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ചോക്ലേറ്റ് ഒരുമിച്ച് കഴിക്കുന്നുണ്ടായിട്ടുണ്ട്. സംഭവം സൂപ്പർ. ഇത് നമ്മൾ മൊത്തം കഴിക്കണ്ട, പെട്ടെന്ന് ഫ്രിഡ്ജ് ഇട്ട് നമുക്ക് ഔട്ടർ എടുക്കാം. അപ്പോൾ നമ്മുടെ ഡയറി മിൽക്കിന്റെ അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. നിങ്ങളുണ്ട് സംഭവം 300 രൂപയ്ക്കുള്ളതൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. 300 രൂപയ്ക്കുള്ള ഉണ്ടോ? അതെ, 40 2 അടിച്ച് അത്ര കാണും. ഈ പെട്ടിയും ഇതിനാണ് അത് ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡയറി മിൽക്കിന്റെ അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾ കണ്ടത് ഇഷ്ടപ്പെട്ടത് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ഈ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കാനായിട്ട് മറക്കണ്ട. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. പിന്നെ വെറൈറ്റി വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരുപാട് ലോങ് വീഡിയോ ആയിട്ടൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ വെക്കേഷനൊക്കെ നായിക്കോട്ടെ. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും bye.